ഇപ്പോൾ തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ്. മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു. അവിടെ പോലീസ് ആ സംഘർഷം ഈ പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും അറസ്റ്റിന് വഴങ്ങാതെ പ്രവർത്തകർ അവിടെ പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുകയാണ്. നിലവിലെ സാഹചര്യം തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ 4 വട്ടമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നാൽ ഇതിന്റെ തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. സമീപത്ത് സ്ഥാപിച്ച സർക്കാരിന്റെ പ്രചാരണ ബോർഡിനെതിരടക്കം കരിയോയിലൊഴിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഈ കളക്ടറേറ്റിന് മുന്നിൽ നിന്നും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് തൊട്ടടുത്ത കോമ്പൗണ്ട് തന്നെയാണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അവിടേക്ക് പ്രവർത്തകരെ പോലീസ് എടുത്തു നീക്കുകയും അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് സ്റ്റേഷനുള്ളിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ സംസ്ഥാന പ്രസിഡന്റ് ഓജോ ജെനീഷ് അടക്കമുള്ള ആളുകൾ ഈ അറസ്റ്റിന് വഴങ്ങാൻ തയ്യാറാകുന്നില്ല. പോലീസ് സ്റ്റേഷന് മുന്നിൽ കിടന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ CI ജിജോയാണ് ഈ പ്രവർത്തകരെ അന്വയിപ്പിച്ച് പിരിച്ചുവിടാൻ ശ്രമിച്ചത്. പക്ഷേ ഇവരോടൊന്നും സഹകരിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല. പിന്നീട് ബലം പ്രയോഗിച്ച് ഇവരിൽ ചില ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനുള്ളിലേക്ക് മാറ്റി. മറ്റുള്ള ആളുകൾ, ജനീഷ് അടക്കമുള്ള ആളുകൾ സ്റ്റേഷന് മുന്നിൽ നിലത്ത് കിടന്നുകൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടയിൽ സംസാരിക്കുകയാണ് CI അടക്കമുള്ള ഉദ്യോഗസ്ഥർ. അറസ്റ്റിന് വഴങ്ങുമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും സംസാരിക്കുന്നു. പക്ഷേ ഇതിനൊന്നും തയ്യാറാകുന്നില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഏതായാലും ഈ പ്രവർത്തകർ വട്ടം വളഞ്ഞുകൊണ്ട് ജനീഷ് അടക്കമുള്ള ആളുകളെ നിലത്ത് കുത്തിയിരുന്ന് സംരക്ഷിക്കുകയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് വീണ്ടും ആളുകളെ ബലം പ്രയോഗിച്ച് കയ്യേറ്റം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ കയ്യേറ്റം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ തിരിഞ്ഞ് വട്ടം തിരിച്ചുകൊണ്ട് സംഘം ചേർന്ന് പോലീസ് ലാത്തിച്ചാർജ് അടക്കം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ ഇറകിൽ നിന്ന് ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വട്ടം ചേർന്ന് ആക്രമിച്ച ചിത്ര കാണുന്നത്. ഏതായാലും ഈ പ്രവർത്തകർ ആരും അറസ്റ്റിന് വഴങ്ങാൻ തയ്യാറാകുന്നില്ല. വലിയ വനിതാ പ്രവർത്തകരടക്കം പരിക്കേറ്റ് വീഴുന്നതും മറ്റും നമുക്ക് കാണാനാകും. ഏതായാലും ആളുകൾ നിലത്ത് കിടന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇപ്പോഴും ഇവരെ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് പോലീസ് ചെയ്യുന്നത്. ഏതായാലും അറസ്റ്റിന് വഴങ്ങാൻ തയ്യാറാകാത്ത പ്രവർത്തകർ ഇപ്പോഴും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിലും ഒക്കെ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ഇന്ന് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഓജോ ജനീഷാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ മാർച്ച് കളക്ടറേറ്റിലേക്ക് എത്തിയപ്പോൾ തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിൽ കയറാൻ ശ്രമിച്ചു. 2 വട്ടം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പിന്നാലെ തന്നെ ഈ 3ാമതും ജലപീരങ്കി പ്രയോഗിച്ചു. ഓടിമാറിയ പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തുകയും യോഗത്തിന്റെ ഉദ്ഘാടനം നടത്തുകയും വീണ്ടും ഉദ്ഘാടനത്തിന് ശേഷം പ്രതിഷേധ പരിപാടി തുടരുകയും മറ്റുമാണ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ് അടക്കമുള്ള ആളുകളാണ് ഇപ്പോഴും അറസ്റ്റിന് വഴങ്ങാതെ ഇവിടെ ഇരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുറ്റത്തൂടെ വലിച്ചുകൊണ്ട് പ്രമോദിനെ പോലീസുകാർ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേഷനുള്ളിലേക്ക് ഇതിനോടകം തന്നെ 15ലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ശേഷിക്കുന്ന പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഏതായാലും ഈ പ്രതിഷേധം നടത്തിയ ആളുകൾ എല്ലാവരും തന്നെ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറിലേറെയായി ഈ പ്രതിഷേധം തുടരുകയാണ്. പോലീസ് ആദ്യം സംയമനം പാലിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായില്ല. പിന്നീടാണ് ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം ഈ ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികൾ ഉണ്ടായതും ഇപ്പോൾ അറസ്റ്റ് പൂർത്തീകരിച്ചിരിക്കുന്നതും. സുജീഷ്.